മാണിക്കുഞ്ഞിനെ എസ്റ്റേറ്റിൽ കൊണ്ട് വിട്ടേച്ചു. പാഴ് ചെലവാന്നേ. എന്നെ ആ സ്റ്റാൻഡിലോട്ടെങ്ങാനും വിട്ടാ മതി. ഞാൻ വല്ല ബസ്സേലും മലയേറി പൊക്കോളാം. ഒരു ബസ്സേലും മലിഞ്ഞേറി പോകണ്ട. പോവാന്നേ കാറേ പോയാ മതി. എന്നാത്തിനെ? അതെന്നാ കാറി കേറുകയല്ലേ? നീ പോടാ പോയി. നിന്നേക്കാൾ മുമ്പ് കാറി കയറിയിട്ടുള്ളവനാ. ഇങ്ങോട്ട് മാറിയുന്നേ കിഴങ്ങൻ. അനികുഞ്ഞെ, ഞായറാഴ്ചത്തെ കാര്യം മറക്കരുത്. ഇതങ്ങ് മറന്നോ? ഇനി ഇവരെന്തുവാ? അല്ല, ഇത് പൊതിഞ്ഞു വെച്ചിട്ട് എന്താ എടുക്കാഞ്ഞേ? ഇതെന്നതാ പൊതിയില്? 3-4 പഴയ ഷർട്ടാ. ആർക്കാ? എനിക്കാ. പഴയതെന്ന് വെച്ചാ കീറിയതൊന്നും അല്ല, കാണാൻ പുതിയതുപോലൊക്കെ തന്നെ. ഞാൻ ഇട്ട് നോക്കി. എന്റെ നിന്റെ സൈസ് ഒന്നാ. ഒരു പൊടിക്ക് വലുതാണോ ഒരു സംശയം ഇല്ലേ ദിനാമേ? കോരി കുടിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലർ നക്കിയെ കുടിക്കാന്ന് വെച്ചാൽ എന്നാ ചെയ്യും? അല്ല, ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക. ആർക്ക് വേണ്ടിയാ മാണിക്കുഞ്ഞ് പിച്ചിക്ക് കാണിക്കുന്നേ? കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ഇല്ല, നിർത്തി. ഇനി പഴയത് ഇടുന്ന പ്രശ്നമില്ല, പുതിയത് മാത്രം. ശരി കൂട്ടാ. പോകുന്ന വഴിക്കേ ആ രാജന്റെ കടയിൽ നിന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു 5 ഷർട്ടും കൊണ്ട് വാങ്ങിച്ചോണ്ട് പോയിക്കോ. ഇന്ന് തന്നെ വേണോ? ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചോളാന്നേ. ഇന്ന് തന്നെ വേണം. ഇങ്ങനെ വാങ്ങാൻ വേണം. പറഞ്ഞോട്ടാ. ഞങ്ങൾ ഇറങ്ങട്ടോ. ലോനപ്പാ, ഞങ്ങളൊന്ന് ചുറ്റിച്ചേടാവേ. പേഴമാകട്ടെ. അണ്ണപ്പം പേടിക്കരുത് കേട്ടോ. എന്താ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത്? എല്ലാം കൂടി ഒരു 10-125 പേര് കാണും. സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം. മതിയാ. കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേരൻ. മാണിക്കുഞ്ഞെന്നാ പേര്. ആ മനുഷ്യന്റെ കാരുണ്യമാണ് ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളുടെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമും എല്ലാം. ഹോളി ക്രോസ് ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി സ്കീമിൽ ചേർത്തു. മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് അത് നടന്നു പോകും. വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് ഹോമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമ്പനെ കാണാനിടയായത്. പരമസാത്വികനായ വൈദികൻ. ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു. ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന്. 1,00,000 രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇന്ന് അനിയന്റെ പെണ്ണ് കാണലായിരുന്നു. ഡോക്ടർ സൂസനെ അവൻ ഇഷ്ടപ്പെട്ടു. എനിക്കും. അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എൻ്റെ മറ്റു സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം. തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം. എൻ്റെ അഭിലാഷമാണത്. മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ? ഞാൻ വിടില്ല. മാണിക്കുഞ്ഞില്ലെങ്കിൽ അനിയൻ കുഞ്ഞില്ല. ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു. അത് ശ്രദ്ധിച്ചോ? അതും ശ്രദ്ധിച്ചു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോകാൻ പോകുന്നേ? അനാഥാലയത്തിലേക്കോ? 100 പേർക്ക് നാഥനാവാൻ. അവർക്ക് നാഥനുണ്ടാവും. എനിക്കോ? അപ്പച്ചനെ അമ്മച്ചെ ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിലൂടെയാ. എന്നെ ഇട്ടു പോവും അല്ലേ?